ഹായ് ഓൾ, ഞാൻ ഡോക്ടർ പ്രിയം ജാവേദ്, സീനിയർ കൺസൾട്ടൻറ്റ് പ്രോസ്റ്റോഡോണ്ടിസ്റ്റ്, കൊച്ചി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് ഇത് ഞാൻ കോളേജിൽ പോയപ്പോൾ തന്നെയാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അതറിഞ്ഞ മുതലേ ആ ഒരു ഹാബിറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനും ചിന്തിച്ചു, ഇത് പണ്ടേ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എത്രമാത്രം പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഇതെന്താണെന്നല്ലേ. ഇത് നമ്മൾ നമ്മുടെ ഒരു ഡെയിലി പ്രാക്ടീസിൽ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. യെസ്, ബ്രഷിങ്. സാധാരണ നമ്മൾ പല്ല് തേക്കുന്നത് എങ്ങനെയാണ്? പാത്രമൊക്കെ ഉരച്ച് കഴുകുന്ന പോലെ അങ്ങോട്ട് ഉരച്ച് തേച്ച് അങ്ങോട്ട് ഒരൊറ്റ കഴുകല. ചില ആൾക്കാർ ഒരു 2-3 സെക്കൻഡ് തമ്മിൽ പല്ല് തേച്ച് കഴിയും. നേരെ മറിച്ച് ചില ആൾക്കാർ തേച്ച് ഉരച്ച് മിനുക്കി തേയ്മാനം വരുന്നത് വരെയും തേച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇങ്ങനെ പല്ല് തേക്കുന്നത് കൊണ്ട് പല്ലിന് എത്രമാത്രം ദോഷങ്ങളാണ് വരുന്നത് എന്ന്? ഇന്നത്തെ ഒരു വീഡിയോ കറക്റ്റായിട്ടുള്ള ബ്രഷിംഗ് ടെക്നീക്സിനെ പറ്റിയാണ്. നമ്മൾ സാധാരണ പ്രായം കൂടുന്തോറും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പം അത്യാവശ്യം നല്ല പ്രായമുള്ളവരാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവരുടെ മോണ ഇപ്പം താഴത്തെ മോണയാണെങ്കിൽ ഇറങ്ങിയിട്ടുണ്ടാവും, മുകളിലെ മോണയാണെങ്കിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ മോണ ഇറങ്ങി വരുന്നു. അതേപോലെ പ്രായം കുറഞ്ഞവരും പ്രായം കൂടിയവർക്കും മോണയിൽ നിന്നെടുക്ക് രക്തം വരുന്നു. അതേപോലെ പ്രായം കൂടുന്തോറും പല്ലെളുകുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ബേസ് പ്രോബ്ലം നമ്മളുടെ ബ്രഷിംഗ് ടെക്നിക്കാണ്. ഇതല്ലാണ്ടും വേറെ കുറേ കാരണങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ചെറുപ്പം മുതലേ ബ്രഷ് ചെയ്യുന്ന രീതി അത് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ ഈ ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങൾ കഴിയുന്നത്രയും നമുക്ക് ഒഴിവാക്കായിരുന്നു. സാധാരണ ഞാൻ ജസ്റ്റ് 2 മോഡൽസ് കാണിച്ചുതരാം. ഒരു അപ്പർ ടൂത്തിൻ്റെയും ലോവർ ടീത്തിൻ്റെയും മോഡൽസ്. അപ്പോൾ ഈ കാണുന്നതാണ് അപ്പർ ടൂത്ത് മോഡൽ, ഈ കാണുന്നതാണ് ലോവർ ടീത്ത് മോഡൽ. അപ്പം സാധാരണ നമുക്ക് ഷോപ്പിൽ 3 ടൈപ്പ് ബ്രഷസ് കിട്ടും: സോഫ്റ്റ്, മീഡിയം ആൻഡ് ഹാർഡ്. അപ്പോൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഏത് ബ്രഷാണ് വാങ്ങിക്കുന്നതൊന്നും കൂടെ ശ്രദ്ധിക്കാറില്ല. പക്ഷേ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ മോണ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ ആണ്. ഇപ്പോൾ മോണ തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാം അത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടിഷ്യൂ ആണ്. ആ മോണേനെയാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഉരച്ച് തേച്ചുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തുമാത്രം ദോഷമാണ് ആ മോണേനോട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇനി മുതലെങ്കിലും നിങ്ങൾ ബ്രഷ് ചെയ്യുമ്പം അത് ശ്രദ്ധിക്കണം. നമ്മൾ ബ്രഷ് ചെയ്യുന്നത് പല്ല് വെളുക്കാനല്ല, നേരെ മറിച്ച് പല്ലും മോണയ്ക്കിടയിലുള്ള കേടുകൾ കളയാനും, നേരെ മറിച്ച് ആ മോണേൻ്റെ ഉള്ളിലുള്ള കേട് കളയാനുമാണ്. പല്ല് ഉരച്ച് തേക്കുന്തോറും ആ പല്ലിൻ്റെ മോണ കയറിപ്പോവുകയും ചെയ്യും, പല്ലിൽ തേയ്മാനം വരും ചെയ്യും, ഭാവിയിൽ പല്ലെളുകും, ബ്ലഡ് വരും, അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ കറക്റ്റ് ബ്രഷിംഗ് ടെക്നിക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ മുകളിലൊരു മോഡലാണ്. ഇത് നമ്മുടെ അപ്പർ ടീത്ത് മോഡലാണ്. ഇത് മുകളിലെ സൈഡിലത്തെ പല്ലുകളും. അപ്പോൾ സാധാരണ നമ്മൾ പല്ല് വയ്ക്കുമ്പം ബ്രഷ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉരച്ച് കഴുകും അല്ലേ? അങ്ങനെയല്ല പല്ല് തേക്കേണ്ടത്. അപ്പോൾ സോഫ്റ്റ് അല്ലെങ്കിൽ ഒരു മീഡിയം ബ്രഷ് വെച്ചിട്ട് ആദ്യം ബ്രഷ് ബാക്കിലത്തെ പല്ലുകളിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കറക്റ്റ് ഒരു ലൈൻ പോലെ വെക്കാണ്ട് മുകളിലത്തെ പല്ലുകൾക്ക് ബ്രഷ് കുറച്ചൊരു 45 ഡിഗ്രീസ്, ഈ പല്ലും മോണയും തമ്മിലുള്ള ആ ജംഗ്ഷനില്ലേ അവിടെ ഒരു 45 ഡിഗ്രീസിൽ ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ വട്ടത്തിൽ സ്മോൾ സർക്കുലർ മോഷൻസിലിങ്ങനെ. അപ്പോൾ നമ്മുടെ ഗംസും മസാജാവും, ആ ഗംസിൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കുന്ന എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ അതും പുറത്തേക്ക് വരും. അപ്പം മെല്ലെ പല്ലും ഗംസിൻ്റെ ഇടയിലുള്ള ജംഗ്ഷനിൽ ബ്രഷ് വെച്ചിട്ട് മെല്ലെ സർക്കുലർ മോഷൻസിൽ ബ്രഷ് ചെയ്യുക. എന്നിട്ട് താഴേക്ക് അതിനെ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കൊണ്ടുവരാം ഒരു 10 to 20 സെക്കൻഡ്സ്. അതേപോലെ മുമ്പിലത്തെ സൈഡിലോട്ട് കൊണ്ടുവരാം, സർക്കുലർ മോഷൻസ് ചെയ്യുക, താഴേക്ക് സ്വൈപ്പ് ചെയ്യുക, ഇതേപോലെ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഗംസിൽ ഒരു മസാജിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ മോണ കയറിയവരാണെങ്കിൽ ആ മോണ നമ്മൾ മെല്ലെ മസാജ് ചെയ്യുന്തോറും ആ മോണ ഇറങ്ങി വരും. അത് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല, അത് കുറച്ച് ടൈം എടുക്കും. നേരെ മറിച്ച് ഓൾറെഡി മോണ കയറിയും ഇറങ്ങി വരും, ഇതേപോലെ ഉരച്ച് കഴുകുന്തോറും അത് മോണയ്ക്ക് പിന്നെയും കേടേയുള്ളൂ. അപ്പം ഇതേപോലെ സർക്കുലർ മോഷൻസ് എന്നിട്ട് താഴേക്ക് കൊണ്ടുവരാം. ബാക്കിലത്തെ പോർഷൻ ജസ്റ്റ് ടൂത്ത് ബ്രഷ് സ്ട്രെയിറ്റായി പിടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കഴുകി കൊണ്ടുവരാം. പിന്നെ നമ്മുടെ പല്ലിൻ്റെ ഈ മുകളിലെ ഭാഗങ്ങൾ ജസ്റ്റ് ഉരച്ച് കഴുകാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം പല്ലിൻ്റെ ഇടയിലത്തെ കേടുകളും പുറത്തേക്കും പോവും, മസാജ് ചെയ്യുമ്പം ആ ഗംസിൻ്റെ ഇടയിലുള്ള അഴുക്കുകളും പോവും. നേരെ മറിച്ച് താഴത്തെ പല്ലുകൾ ചെയ്യുമ്പോൾ ബ്രഷ് ഇങ്ങനെ വെക്കാണ്ട് കുറച്ച് താഴേക്ക് ഫേസ് ചെയ്തിട്ട് സെയിം വേ
സർക്കുലർ മോഷൻസ് ചെയ്യുക, ബ്രഷ് മുകളിലേക്ക് കൊണ്ടുവരാം, സർക്കുലർ മോഷൻസ് മുകളിലേക്ക് കൊണ്ടുവരാം, ഇതേപോലെ ചെയ്യാം. ഉള്ളിലത്തെ ഭാഗം ബ്രഷ് വേർട്ടിക്കലായിട്ട് വെച്ചുകൊണ്ട് ചെയ്യുക. എന്നിട്ട് ഈ പോർഷൻ ഫുള്ള് കഴുകാം. നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, എസ്പെഷ്യലി പ്രായമുള്ളവരാണെങ്കിൽ അടിയിലത്തെ പല്ല്, ഫ്രണ്ടിലത്തെ പല്ലിൻ്റെ ബാക്ക് പോർഷൻ, ബാക്കിലത്തെ ഭാഗങ്ങളിൽ ഭയങ്കരമായിട്ടും അഴുക്കും ബാക്ടീരിയ ഒക്കെ കൂടി നിൽക്കുന്നുണ്ടാവും. അത് എക്സ്പെഷ്യലി രാത്രിയൊക്കെ കിടക്കുമ്പോഴൊക്കെ അവിടെ നമ്മുടെ സലൈവ, നമ്മുടെ തുപ്പലൊക്കെ അവിടെ കളക്റ്റ് ആവും. അപ്പോൾ ഈ പല്ലിലൊക്കെ ഉണ്ടായി നിൽക്കുന്നത് മെയിൻലി ഫുഡ് പാർട്ടിക്കിൾസും ബാക്ടീരിയയും നമ്മുടെ തുപ്പലെല്ലാം കൂടെ കൂടിയിട്ടുള്ള ഓരോ പാർട്ടിക്കിൾസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എപ്പോഴും പല്ലിൻ്റെ ബാക്കിലത്തെ ഭാഗങ്ങൾ നല്ലോണം ബ്രഷ് ചെയ്യുക. നിങ്ങൾ ഇത് കഴിയുന്ന അത്രയും വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം. ഇപ്പം യങ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുക. പ്രായമായവരാണെങ്കിൽ അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിലും കുഴപ്പമില്ല. നിങ്ങളിത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ മോണയിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഇതിപ്പോൾ മോണ വളരെയധികം ഇറങ്ങിയവർക്ക് ചിലപ്പോൾ ഇതുപോലെ ബ്രഷ് ചെയ്താൽ അത് പൊങ്ങി വരണം എന്നില്ല. പക്ഷെ ഭാവിയിലെ കുറേ പ്രശ്നങ്ങൾ ഇതുകൊണ്ട് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.